ഈ വള്ളംകളി മത്സരം സമാപിക്കുന്നത്. ഇപ്പോൾ 5:17 5:30 മുമ്പ് മത്സരങ്ങൾ അവസാനിപ്പിക്കും. കാരണം വീണ്ടും ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരംഭിച്ചു കഴിഞ്ഞു ശരണ്യ. നടുഭാഗവും കാരിച്ചാലും വീയപുരവും നിരണവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് പുന്നമട കായലിനെ ഇളക്കി മറിച്ചുകൊണ്ട് കോരി തെരിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരിച്ചാൽ, വീയപുരം, നിരണം 4 ജലചക്രവർത്തിമാർ 5ാം സ്ഥാനം 5ാമതും കപ്പ് നേടുന്നതിന് വേണ്ടി കാരിച്ചാലിന്റെ തേരിലേറി പള്ളാത്തുരുത്തി ക്ലബ്ബ് ചിറകരിഞ്ഞ് കടന്നു വരുന്ന വളരെ മനോഹരമായ കാഴ്ച. 4.23.21 സെക്കൻഡ്, 4.14 സെക്കൻഡ്, 4.22 സെക്കൻഡ്, 4.23 സെക്കൻഡ്. ഈ നിലയിൽ പ്രാഥമിക മത്സരത്തിൽ ഫിനിഷ് ചെയ്ത 4 ജലചക്രവർത്തിമാർ അങ്ങനെ തേരിലേറി കടന്നു വരികയാണ്. നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല. കാരിച്ചാൽ, വീയപുരം, നീരണം. എന്തൊരു പോരാട്ടം, എന്തൊരു കരുത്ത്, എന്തൊരു വീര്, എന്തൊരു വാശി. ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് കടന്നു വരുന്നു. റെക്കോർഡ് നേട്ടമാണ് ഇന്ന് പള്ളാത്തുരുത്തി. ആദ്യഘട്ടം മുതൽ തന്നെ മത്സരം നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവസാന നാളുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷ നൽകിയ ക്ലബ്ബ്, ഇവിടെ വന്ന ഓരോ കാണികളും പ്രതീക്ഷ പങ്കുവച്ച ക്ലബ്ബ്. 4.14 സെക്കൻഡിൽ അവർ ആ ട്രാക്കിൽ ആ ഹീറ്റ്സിൽ അവർ ഫിനിഷ് ചെയ്തുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് അവർ കടന്നു വന്നു എന്നുള്ളതാണ്. ഈ ഫൈനലിൽ അവർ ആ മികച്ച സമയം കാത്തു സൂക്ഷിക്കുമോ? റെക്കോർഡ് സമയമെന്ന് തന്നെ നമുക്ക് കാരിച്ചാലിനെ പറയാം. ഓരോ ചന്ദ്രൻ നടുഭാഗം അടക്കമുള്ള വള്ളങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള വള്ളങ്ങൾ. നെഹ്റുവിന്റെ വെള്ളിക്കപ്പ് മുത്തമിട്ട വള്ളം, ആദ്യമായി നെഹ്റു ട്രോഫി മുത്തമിട്ട ക്ലബ്ബ് 1952 നെഹ്റു ട്രോഫി കയ്യിലെന്തിയ ക്ലബ്ബ്. അത്തരത്തിൽ നടുഭാഗം അടക്കമുള്ള വള്ളങ്ങൾ വളരെയധികം. വീയപുരം 4.22 UPC കഴിഞ്ഞ പ്രാവശ്യം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലൂടെ വീയപുരം ചുണ്ടൻ നേടിയ ഫൈനൽ അതിത്തവണ ആവർത്തിക്കുമോ? ആ കപ്പ് പള്ളാത്തുരുത്തി കഴിഞ്ഞ തവണ തുടങ്ങിയത് വീയപുരമാണ് കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി നേടിയത്. എന്നാൽ ആ വീയപുരം ഇപ്പോൾ UPC കൈനഗിരി തുടങ്ങിക്കൊണ്ട് വീയപുരത്തിലേക്ക് വരുന്നു. കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. അങ്ങനെ കാരിച്ചാൽ, ജലചക്രവർത്തി കാരിച്ചാൽ ഏതാണ്ട് ഈ പുന്നമട കായലിൽ 14 പ്രാവശ്യം വിജയ തിരഥമേറിയ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ ചിറകിലേറി 5ാമതും നെഹ്റു ട്രോഫി മുത്തമിടുന്ന നെഹ്റു ട്രോഫി മത്സരത്തിലെ അവിസ്മരണീയമായ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ ചിറകിലേറി കടന്നു വരികയാണ്. അതായത് പള്ളാത്തുരുത്തിയുടെ കൂടെ തേരോട്ടമാണ്. കാരിച്ചാലിന് ചരിത്രമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചരിത്രമുള്ള ക്ലബ്ബാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുടർച്ചയായ 4 വർഷം കുമരകം ബോട്ട് ക്ലബ്ബിനെ പിന്തള്ളിക്കൊണ്ട് 5ാം തവണയും അവർ കിരീടത്തിനരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു ചരിത്ര നിമിഷമാണ്. 5 തവണ തുടർച്ചയായ ഒരു ക്ലബ്ബ് നെഹ്റു ട്രോഫി നേടുന്നുണ്ടെങ്കിൽ അത് ഇതാദ്യമാണ്, അത് ചരിത്രമാണ്. 4 തവണയാണ് കുമരകം ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി നെഹ്റു ട്രോഫി നേടിയത്. അത് കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 4 തവണ നേടിക്കൊണ്ട് അവർ ആ കുമരകം ബോട്ട് ക്ലബ്ബിനോടൊപ്പം എത്തിയെങ്കിൽ ഇത്തവണ ഈ ജയം പള്ളാത്തുരുത്തിയെ സംബന്ധിച്ച്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനെ സംബന്ധിച്ച് അത് ഒരു ചരിത്രം കുറിക്കൽ കൂടിയാണ്. 5ാമത്തെ നെഹ്റു ട്രോഫി നേടുന്ന തുടർച്ചയായി 5ാമത്തെ നെഹ്റു ട്രോഫി നേടുന്ന ആദ്യത്തെ ക്ലബ്ബ് അതാ കടന്നു വരുന്നു. അങ്ങനെ കാരിച്ചാൽ പറന്നു വരികയാണ്. വീയപുരം വിട്ടുകൊടുക്കുന്നില്ല, നിരണം വിട്ടുകൊടുക്കുന്നില്ല, നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല. തുല്യതയാർന്ന പോരാട്ടം. ഒരല്പം മുന്നിൽ കാരിച്ചാലാണെന്ന് തോന്നുന്നു. ഇല്ല, കാരിച്ചാൽ, അതെ കാരിച്ചാൽ. വീയപുരം വിട്ടുകൊടുക്കുന്നില്ല, നിരണം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ 11ാം നമ്പർ വള്ളം അങ്ങനെ 1ാം ട്രാക്കിലൂടെ കാരിച്ചാൽ, അല്ല 11 കാരിച്ചാൽ, 20ാം നമ്പർ വള്ളം അങ്ങനെ മുന്നേറുകയാണ്. 2ാം ട്രാക്കിലൂടെ കാരിച്ചാൽ അങ്ങനെ കിടക്കുന്നു. കാരിച്ചാൽ, അതെ കാരിച്ചാലും നടുഭാഗവും വീയപുരവും നിരണവും ഒപ്പത്തിനൊപ്പം വിധികർത്താക്കൾ വിജയിക്കട്ടെ. ഒരുപക്ഷേ
കാരിച്ചാൽ തന്നെ അഞ്ചാമത് നെഹ്റു ട്രോഫി കടന്നുപോയത് എന്ന് ജഡ്ജസ് ആണ് ഔദ്യോഗികമായി പറയേണ്ടത്. ജലോത്സവ ലോകം ഉറ്റുനോക്കിയ 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അതിന്റെ മൂർച്ഛന്യാവസ്ഥയില് തുടക്കം മുതലേ ഒരുപോലെ കടന്നുപോയ 4 ജലരാജാക്കന്മാര് ഫിനിഷിങ്ങിനോടടുത്തപ്പം ഒന്നിലെ നടുഭാഗം അല്പം മുൻപിലേക്ക് കടക്കുന്നു. തൊട്ടു മുൻപില് ഇതാ PBC ലീഡ് എടുക്കുന്നു. തൊട്ടു മുൻപില് ഇതാ വിയപുരം കുതിക്കുന്നു. തൊട്ടു മുന്നാലെ നിരണം കുതിക്കുന്നു. ജഡ്ജസ് ആണ് ഔദ്യോഗികമായി ആര് വിജയിച്ചത് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ജലോത്സവ മനസ്സുകള് ഇന്ന് കൃതജ്ഞരാണ്. കാരണം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോ സെക്കൻഡുകളിലാണ് 24ാമത് അല്ലെങ്കിൽ 2024 70ാമത് നെഹ്റു ട്രോഫി അവസാനിക്കുന്നത്. ഇവിടെ യാതൊരു സംശയങ്ങളുമില്ല. ഇത് കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലാണ്, സിൽക്ക് സ്റ്റാമ്പിംഗ് സംവിധാനം. ചരിത്രം കുറിച്ചിരിക്കുന്നു. കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 5ാം തവണ നെഹ്റു ട്രോഫി നേടിക്കൊണ്ട് കാരിച്ചാൽ 1 വിയപുരം 2. വീണ്ടും സാധ്യത അതായത് ജലോത്സവ പ്രേമികളുടെ ആവേശം, അവരുടെ ആവേശത്തിന് അത്രയധികം 2024 ഇല്ല. കാരിച്ചാൽ ജലരാജാക്കന്മാരായിരിക്കുന്നു. പുന്നമടക്കായലിലെ ജലരാജാക്കന്മാരായി കാരിച്ചാൽ, അതും നേരിയ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ 4.78 സെക്കൻഡിൽ കാരിച്ചാൽ ഫിനിഷ് ചെയ്യുമ്പോൾ വിയപുരമാകട്ടെ 4.2978 സെക്കൻഡിൽ. അതായത് ഈ കാരിച്ചാൽ നമുക്കറിയാം 4.14 സെക്കൻഡിലാണ് അവർ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത്. അതിലും കൂടുതൽ സമയമെടുത്തു. പക്ഷേ വളരെ 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 ടൈറ്റായ പോരാട്ടം. ജലരാജാവായി ഇപ്പോൾ കാരിച്ചാലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പുന്നമടക്കായലിലെ ആവേശകരമായ മത്സരത്തിൽ 4 ചുണ്ടൻ വള്ളങ്ങളും ഒരുപോലെ. കാരിച്ചാലും വിയപുരവും നിരണം ചുണ്ടനും നടുഭാഗവും ഒത്തൊരുമിച്ച് ഒന്നൊന്നായി തുഴഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കാരിച്ചാൽ ജലരാജാക്കന്മാരായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എത്ര മനോഹരമായ ആ ടൈമിംഗ് കൂടിയാണ്. 4.2978, 4.2979, 4.3013, 4.3056. അതായത് വളരെ വളരെ കുറഞ്ഞ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രം, മൈക്രോ സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോൾ കാരിച്ചാൽ പുന്നമടക്കായലിൽ ജലരാജാക്കന്മാരായത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ 5ാം തവണയാണെന്ന് മനസ്സിലാക്കണം ഈ നെഹ്റു ട്രോഫി ടൂർണമെന്റിലെ കിരീടം സ്വന്തമാക്കുന്നത്. വലിയ ആവേശകരമായ മത്സരത്തിനൊടുവിൽ ശരണ്യ, എങ്ങനെയായിരുന്നു ആവേശം എന്ന് പങ്കുവെക്കാം. തികച്ചും ആവേശകരമായ മത്സരം എന്ന് പറയാം. ഒരു മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് 4.2979 മൈക്രോ സെക്കൻഡ്, 4 മിനിറ്റ് 29 സെക്കൻഡ് 79. അതായത് ഒരു മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഒരു മത്സരം അല്ലെ, ഇത്ര ആവേശകരമെന്ന് പറയാൻ 4.29. അതായത് ഒരു മൈക്രോ സെക്കൻഡിന്റെ വളരെ ശക്തമായ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, കരുത്തുറ്റ പോരാട്ടം, ഒപ്പത്തിനൊട്ട് പോരാട്ടം. അതാണ് കാണികൾക്ക് ആവശ്യം. അതിവിടെ പ്രകടമാക്കി. പക്ഷേ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചരിത്രം വേറി ഈ പുന്നമടക്കായലിൽ തുടർച്ചയായി 5ാം തവണയും വിജയപഥമേറി ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയപഥം അണിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും ജലരാജാക്കന്മാർ അവർ ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ കാണികൾ ആവശ്യപ്പെട്ട, ജലോത്സവ പ്രേമികൾ ആവശ്യപ്പെട്ട ഒരു കാഴ്ച അവർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് നെഹ്റു ട്രോഫി